തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്നു എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കണക്കുകൾ സംസാരിക്കുന്നതാണ്, രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രണ്ടാമത് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും കേന്ദ്ര ബജറ്റിനോട് ധനമന്ത്രിയുടെ പ്രതികരണം. ഈ ബഡ്ജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെന്റിനെ സംബന്ധിച്ചുമാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ 2 ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല. പിന്നീട് മേജർ സ്ഥാപനങ്ങളൊന്നുമേ കേരളത്തിൽ വന്നിട്ടില്ല. ഏറ്റവും ന്യായമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല. 5 IITകളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിനകത്ത് എന്തോ ഒരു കാര്യം വരുന്നത്. ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന് MP-മാരിപ്പോൾ പ്രാഥമികമായിട്ട് ഡൽഹിയിൽ നിന്ന് തന്നെ കേരളത്തിലെ MP-മാരെല്ലാം പറയുകയുണ്ടായി. പത്രപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ വന്നു. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഈ പറയുമ്പോൾ എപ്പോഴും ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷവും അതിനു മുമ്പും കേരളത്തിലെ പൊതു ധനകാര്യ സ്ഥിതിയെപ്പറ്റി ഇവിടെ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. ധനകാര്യമന്ത്രി എന്നതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കാര്യം പറയുകയാണ്. ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് ഇന്ന് പ്രസിദ്ധീകരിച്ച ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് ആണിത്. ഇതിൻ്റെ 2ാമത്തെ പേജിൽ ഈ വർഷം അടുത്തു വരുന്ന 25-26 ധനകാര്യ വർഷം 25,01,284 കോടി രൂപയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ആ തുകയുടെ ആകെ തുക. അതിനകത്ത് കേരളത്തിന് കിട്ടുന്നത് എത്രയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ വർഷം അതിനകത്ത് വർധന എന്ന ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിൽ പറഞ്ഞത് 4,91,000 കോടിയിലധികം ഇൻക്രീസ് വരുന്നുണ്ട്. 25 ലക്ഷം. അപ്പോൾ കഴിഞ്ഞ വർഷം അത് ഈ 25 ലക്ഷത്തിന് എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തോളമായിരുന്നു. കഴിഞ്ഞ വർഷം 20 ലക്ഷത്തോളം വരുമ്പം നമ്മുടെ ഒരു പോപ്പുലേഷൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ സിമ്പിളായ കണക്കനുസരിച്ച് നമുക്ക് 73,000 കോടിയോളം കിട്ടേണ്ടതാണ്. ഞാനിത് പറയുന്നത് ബഡ്ജറ്റ് ഡോക്യുമെൻ്റാണ്. 73,000 കോടി കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞ വർഷം എല്ലാം കൂടി കിട്ടിയത്, സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന തുകയിൽ നമുക്ക് എല്ലാം കൂടി കിട്ടിയത് 33,000 കോടിയില്ല, 32,000 ചില്ലാനും കോടി രൂപയാണ്. ഈ വർഷം 14,258 കോടി വർദ്ധിച്ചു സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ പെർസെൻറ്റേജ് വരുവാണെങ്കിൽ ഈ വർഷം വർദ്ധിച്ച 5 ലക്ഷം കോടിയാണ്. അതിൻ്റെ നമ്മുടെ ജനസംഖ്യാനുപാതികമായ ഒരു പെർസെൻറ്റേജ് വരുവാണെങ്കിൽ 14,258 കോടി രൂപ അധികം വരണം. ഇതും ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കെടുത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഹാർഡ്ലി 4,000 കോടി പോലും വരില്ല. 3,000 കോടി തന്നെ വരുമെന്ന് സംശയമാണ് ഈ ബഡ്ജറ്റ് കണക്കനുസരിച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും ഈ 14,000 ചില്ലാനം കോടി ഈ വർഷം അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വർദ്ധിക്കുമ്പോൾ ഈ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വരുമാനം അങ്ങനെ വരുന്നത് കുറച്ച് വരാം. നമ്മൾ എല്ലാം തുല്യമാവണമെന്ന് പറയുന്നില്ല. പക്ഷേ ആ വീതം വെപ്പിനകത്ത് തന്നെ വല്ലാത്ത വ്യത്യസ്തതകളുണ്ടെന്ന് കണക്ക് കാണിക്കുന്നതാണ് ഇവരുടെ കണക്ക്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞത്. കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൻ്റെതായ മാത്രമുള്ള വലിയ വാദമൊന്നും ഉന്നയിക്കുന്ന പ്രാദേശികവാദം ഉന്നയിക്കുന്ന ഒരു സംസ്ഥാനമല്ല ഇവിടുത്തെ ജനങ്ങൾ. അങ്ങനൊന്നും ചിന്തിക്കുന്നവരല്ല. ഇപ്പോൾ ബീഹാർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് വലിയ തോതിൽ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനൊക്കെ ചില പൊളിറ്റിക്കലായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ വയനാട് പോലൊരു സംഭവത്തിന് ഒരു പ്രത്യേക പരിഗണന, വിഴിഞ്ഞം പോലൊരു ഇന്ത്യക്ക് ആകെയുള്ള പ്രൊജക്റ്റിനൊരു പ്രത്യേകമായ ഒരു പരിഗണന, പൊതുവിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്, പ്രതിഷേധകരമാണ്. അത് അവരത് കാര്യത്തിനകത്ത് തിരുത്തലുണ്ടാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പൊതുവായ സ്ഥിതിയും കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ ബഡ്ജറ്റ് പൊതുവിലുള്ള ഒരു സമീപനം നോക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തോട് അവരെടുക്കേണ്ട സമീപനം കുറേയേറെ കാര്യങ്ങളിൽ വിശദമായ കണക്കുകളുണ്ട്. കേരളത്തെപ്പറ്റി ഏത് റിപ്പോർട്ട് പറയുമ്പോഴും നല്ല കാര്യങ്ങളല്ലാതെ പറയാൻ പറ്റുന്നില്ല. ഇന്നലെ എക്കണോമിക് സർവേ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നല്ല സുസ്ഥിര വികസനത്തെ സംബന്ധിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചും ഭൂവിനിയോഗത്തെ സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം ഇന്നലത്തെ എക്കണോമിക് സർവേ കേരളത്തിന് അനുകൂലമാണ്. നമുക്ക് എല്ലാ അഭിമാനമുള്ള കാര്യമാണ്. അതൊരു പൊളിറ്റിക്കലായിട്ട് ഞങ്ങളുടെ മാത്രം ഗവൺമെൻറ്റിൻ്റെ ഒന്നും അല്ല, എല്ലാവരുടെയും കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പൊതുവിലുള്ള നമ്മുടെ കണക്കുകൾ വളർച്ച സംബന്ധിച്ച് നോക്കുമ്പോഴും ഇപ്പോൾ വന്നേക്കുന്ന കണക്കനുസരിച്ച് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവുന്ന
അല്ലെങ്കിൽ രാജ്യത്താകെ ഉണ്ടായ സാമ്പത്തിക വളർച്ചയെപ്പറ്റി നോക്കുമ്പോൾ ആ സാമ്പത്തിക വളർച്ചയുടെ ശതമാനത്തെക്കാളും അധികം തന്നെയാണ് കേരളത്തിലുണ്ടായിട്ടുള്ള വളർച്ച എന്ന് കാണാം. ഞാൻ ഓരോന്നും എൻ്റെ ആ ടേബിളുണ്ട്, അവർ പ്രസിദ്ധീകരിച്ച ടേബിൾ തന്നെയാണ്. നമുക്ക് ടേബിൾ 2 സെക്ടറൽ ഗ്രോത്ത് റേറ്റ്സ് അറ്റ് കറന്റ് പ്രൈസസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, നമ്മൾ ഒരു കമ്പാരിസൺ എടുത്താൽ അതിനകത്ത് ഇന്ത്യയിൽ പല മേഖലയിലും സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് വിചാരിച്ചത്ര മുന്നോട്ട് വരുന്നില്ല, ഒരു നിശ്ചലാവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിനകത്ത് അതിനേക്കാളും മോശമായിട്ടില്ല, അല്പം മെച്ചമാണ് പെർസെൻറ്റേജ് എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ ഒരു അവസ്ഥ കിടക്കുന്നത്. അത് ഓരോ സെക്ടർ അനുസരിച്ച് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, വ്യവസായം, സർവീസസ്, അങ്ങനെ ഗ്രോസ് വാല്യൂ ആഡഡ് ആയിട്ട് നോക്കുമ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൊതു ശരാശരി 8.5% എന്നൊക്കെ 14 നിന്ന് 8.5% ഗ്രോത്ത് താഴ്ന്നപ്പോൾ നമ്മൾ അവിടെ 12% നിൽക്കുന്നു. ഇങ്ങനെ കണക്കുകളുണ്ട്, ഞാൻ അതിൻ്റെ കണക്കുകൾ എടുത്തിട്ട് സങ്കീർണമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച്, എക്കണോമിക് സർവേയുടെ കണക്കനുസരിച്ച് പൊതു കാര്യങ്ങളിലെല്ലാം നമുക്ക് അത്തരം കാര്യങ്ങളിലുള്ള അനുകൂലമായ കാര്യമുണ്ട്, അതനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് വരുന്നില്ല എന്നുള്ളതാണ്.